CPM ലീഗ് പ്രവർത്തകർ തമ്മിലാണ് സംഘർഷം ഉണ്ടായിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ്. മലപ്പുറം പൂക്കോട്ടൂരിലാണ് കൊട്ടിക്കലാശത്തിനിടെ ലീഗ് CPI മുണ്ടും തള്ളും ഉണ്ടായിരിക്കുന്നത്. ശാന്തകുമാർ വെള്ളാലത്താണ് വിവരങ്ങളുമായി ചെയ്യുന്നത്. ശാന്തകുമാർ, സ്ഥിതി സംഘർഷഭരിതമാണ്. ആ ദൃശ്യങ്ങളിൽ നിന്നത് വ്യക്തമാണ്. എപ്പോഴാണ് ഇത് ആരംഭിച്ചത്? എന്താണ് നിലവിലെ അവസ്ഥ? രണ്ടോ മുന്നണികളും യുഡിഎഫും അതാണ് ഇപ്പോൾ ഒരിടത്ത് ഈ പള്ളിമുക്കിൽ തന്നെ എൽഡിഎഫിന്റെ പ്രചരണ പരിപാടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രചരണ വാഹനം അതുപോലെ വന്നത്. ആ വാഹനത്തിൽ പോകാൻ വലിയ കാരണമായിരിക്കുന്നത് പരിഹരിച്ചിരിക്കുന്നത് രണ്ട് പാർട്ടി മലപ്പുറം പൂക്കോട്ടൂരിലാണ് കൊട്ടിക്കലാശത്തിനിടെ ലീഗ് CPI ഒന്നും തള്ളും ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴും സ്ഥിതി സംഘർഷഭരിതമായി തുടരുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുതിർന്ന നേതാക്കൾ ഇടപെട്ട് അണികളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സംഘർഷം രൂക്ഷമാകുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത്. ശാന്തകുമാർ ഉണ്ട് സംഭവ സ്ഥലത്തു നിന്നും. ശാന്തകുമാർ, ഇത് എപ്പോഴാണ് ഇങ്ങനൊരു സാഹചര്യത്തിലേക്ക് നീങ്ങിയത്? മുതിർന്ന നേതാക്കളൊക്കെ ഇടപെട്ട് സമന്വയിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ നടക്കുന്നില്ല. സംഘർഷം ഇപ്പോഴും തുടരുകയാണല്ലേ? പള്ളിമുക്കിൽ ആ സംഘർഷാവസ്ഥ ചെറിയ അയവുണ്ട്. വാഹനം കടത്തിവിടാത്തതായിരുന്നു തർക്കത്തിന് ഇടയാക്കിയത്. എന്തായാലും ആ വാഹനം കടത്തിവിടുന്നതിന് രണ്ട് പാർട്ടിയിലെയും മുതിർന്ന നേതാക്കൾ ഇടപെട്ടുകൊണ്ട് ഈ വാഹനം മുമ്പോട്ട് പോകുന്നതിനുള്ള ശ്രമം എന്തായാലും ആരംഭിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഇരു മുന്നണിയിലെയും പ്രവർത്തകർ ഒരു സംഘർഷ അവസ്ഥയിലേക്ക് തന്നെയായിരുന്നു. കാരണം വാഹനം പോകാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാടിലായിരുന്നു ആദ്യമുണ്ടായിരുന്നത്. അതിൽ നിന്ന് ചെറിയ അയവ് വന്നിട്ടുണ്ട്. എന്തായാലും ഒരു ഇടുങ്ങിയ റോഡിലാണ് ഈ പ്രചരണ പ്രവർത്തനം രണ്ടു മുന്നണിയുടെയും ഈ കുട്ടിക്കലാശവും പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിനിടയിലേക്കാണ് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ, യുഡിഎഫിന്റെ പ്രവർത്തകർ ഒരു വാഹനവുമായി വരികയായിരുന്നു. ആ വാഹനം കടത്തിവിടുന്നതിലെ ഒരു തർക്കമാണ് ഇപ്പോൾ പള്ളിമുക്കിൽ ഉണ്ടായിരുന്നത്. നേരത്തെ എൽഡിഎഫിന്റെ പ്രവർത്തകർ ഈ പള്ളിമുക്കിൽ തന്നെ ഇവിടെ പ്രചരണ പ്രവർത്തനങ്ങൾ വാദ്യഘോഷങ്ങളുമായുള്ള പ്രവർത്തനങ്ങൾ തുടരുകയായിരുന്നു. അതിനിടയിലേക്ക് മുസ്ലിം ലീഗ് യുഡിഎഫിന്റെ ഒരു വാഹനം വന്നത് വാഹനം കടത്തിവിടാൻ സമ്മതിക്കില്ല. ഒപ്പം തന്നെ ആ സ്ഥാനാർത്ഥിയുമുണ്ട്. ആ സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ളവരുടെ വാഹനം കടത്തിവിടാൻ എൽഡിഎഫിന്റെ പ്രവർത്തകർ സമ്മതിച്ചില്ല. പക്ഷേ ഇപ്പോൾ മുതിർന്ന നേതാക്കൾ എൽഡിഎഫിന്റെ പ്രവർത്തകരും യുഡിഎഫിന്റെ പ്രവർത്തകരും ചേർന്ന് തന്നെ ഈ സ്ഥാനാർത്ഥിയെയും ആ പ്രചരണ വാഹനത്തെയും കടത്തിവിടാൻ എന്തായാലും തയ്യാറായിട്ടുണ്ട്. അവരുടെ രണ്ട് വിഭാഗങ്ങളുടെയും നേരത്തെ ഉണ്ടായിരുന്ന സംഘാടന അവസ്ഥ എന്തായാലും അയവ് വന്നിട്ടുണ്ട് എന്ന് തന്നെ പറയാൻ പറ്റില്ല. രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ഇടമാണ് മലപ്പുറം. അതിന് മുന്നോടിയായിട്ടുള്ള കൊട്ടിക്കലാശമാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ലീഗും CPIM പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായിട്ടുള്ളത്. മലപ്പുറം പൂക്കോട്ടൂരിൽ ആണ് കൊട്ടിക്കലാശത്തിനിടെ സംഘർഷം ഉണ്ടായിട്ടുള്ളത്. അത് ശമിപ്പിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശാന്തകുമാർ വെള്ളാലത്താണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിയത്.